അങ്ങനെ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BNP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ബംഗ്ലാദേശിൽ അധികാരത്തിലേക്ക് എത്തുകയാണ്. അതായത് 299 ടോട്ടൽ സീറ്റുകൾ ഉള്ളതിൽ ഏതാണ്ട് 211 BNPയും അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ സഖ്യ പാർട്ടികളുമാണ് വിജയിച്ചിരിക്കുന്നത്. BNP എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ബംഗ്ലാദേശിൽ പ്രധാനമായിട്ട് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ അവാമി ലീഗ്, ഷേഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ്. രണ്ട് BNP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി. ഇവര് തമ്മിലാണ് എല്ലാ കാലവും മത്സരം നടന്നത്. ഇത്തവണ അവാമി ലീഗിന് മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല ബംഗ്ലാദേശിൽ. പകരം BNP ആണ് മത്സരിച്ചത്. BNP ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളുമായിട്ടാണ് ഇവർ പ്രധാനമായിട്ടും മത്സരിച്ചത്. ജമാഅത്ത് ഇസ്ലാമിക്ക് നേതൃത്വമുള്ള പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് 70 സീറ്റുകളെ മാത്രമാണ് നേടിയത്. BNPയും അവരുടെ സഖ്യവും ചേർന്ന് ഏകദേശം 211 സീറ്റുകൾ നേടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയൊരു വിജയം ബംഗ്ലാദേശിൽ BNPക്ക് കിട്ടിയിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബീഗം ഖലീദ സിയ, അവരുടെ മകൻ തരീഖ് റഹ്മാൻ ആയിരിക്കും അടുത്ത ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാവുക എന്നാണ് സൂചന. സോ ഇത് സംബന്ധിക്കുന്ന ഇനി കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ തരീഖ് റഹ്മാൻ ബംഗ്ലാദേശ് പൊളിറ്റിക്സിലേക്ക് കാലെടുത്ത് വെച്ച സമയത്ത് തന്നെ ഇന്ത്യയിൽ നിന്നൊരു ടീം അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. നമ്മുടെ S ജയശങ്കർ അടങ്ങുന്ന ടീമാണ് അദ്ദേഹത്തെ കണ്ടത്. ആ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ആ ഒരു ബോഡി ലാംഗ്വേജും ഇരു ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു ഹെൽത്തി റിലേഷൻ അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ബംഗ്ലാദേശ് പൊളിറ്റിക്സ് തരീഖ് റഹ്മാൻ ആയിരിക്കും ഇനി കുറെ കാലം നിയന്ത്രിക്കാൻ പോകുന്നതെന്ന്. ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാകണം ഇന്ത്യ ആ ഒരു നീക്കം നടത്തിയത്. ഒന്ന് ആലോചിച്ചാൽ മതി, ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയുടെ വലിയ സ്വാധീനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. സോ അതിനകത്ത് ഒരു ചെറിയ ഇല അനങ്ങിയാൽ പോലും ഇന്ത്യയുടെ ഏജൻസികൾ അവിടെ അത് അറിയുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അവിടെയാണ് നമുക്ക് ഷെയ്ഖ് ഹസീനയെ കടിച്ചു കീറി കൊന്നു കൊലവിളിക്കാൻ കാത്തിരുന്ന നരാധമന്മാരുടെ പിടിയിൽ നിന്ന് രാഖി രാമാനം ഒരു പോറൽ പോലും പറ്റാത്ത ഹസീനയും കൊണ്ട് ഇന്ത്യ പറന്നത്. സോ ഇന്ത്യക്ക് അറിയാം ബംഗ്ലാദേശിൽ എന്തൊക്കെ സംഭവിക്കും, ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായി ഇന്ത്യക്ക് അറിയാം. തരീഖ് റഹ്മാൻ തന്നെ ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി ആവുക എന്ന് ഇന്ത്യ മനസ്സിലാക്കിയിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് തരീഖ് റഹ്മാനും S ജയശങ്കറും തമ്മിലൊരു കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നടന്നത്. എന്തായാലും ഇപ്പൊ തരീഖ് റഹ്മാൻ അധികാരത്തിൽ വന്ന ഉടനെ നാളെ തൊട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഒന്നും ചെയ്യാൻ പുള്ളിയെ കൊണ്ട് പറ്റില്ല. കാരണം ഇന്ത്യ വിരുദ്ധത കഴിഞ്ഞ ഏതാനും മാസങ്ങളോ അല്ലെങ്കിൽ വർഷമോ കൊണ്ട് ബംഗ്ലാദേശിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പടർത്തുവാൻ യൂനിസ് ഗവൺമെന്റും ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള തീവ്ര സംഘടനകളും അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം അധികാരത്തിൽ വന്നാലും തൽക്കാലത്തേക്കെങ്കിലും പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷൻ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ചൈനയെ പിണക്കാൻ പോകുന്നില്ല. അമേരിക്കയുമായിട്ട് ഒരു തരക്കേടില്ലാത്ത ബന്ധം തുടരും. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമം ചെറിയ തോതിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പോകെ പോകെ ചിലപ്പോൾ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ പഴയതുപോലെ ശക്തമായ രീതിയിൽ ബിൽഡ് ചെയ്യാൻ തരീഖ് റഹ്മാന് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തരീഖ് റഹ്മാന്റെ വിജയത്തിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തിന്റെ മാതാവ് ഖാലിദ സിയ മരണപ്പെട്ട സമയത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ആഗ്രഹിച്ച ആള് തന്നെയാണ് ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയായിട്ട് എത്തുന്നത്. കാരണം അവാമി ലീഗിന് മത്സരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ മിക്കവാറും അവാമി ലീഗും ഭരണത്തിലേക്ക് വന്നുകൂടായികയില്ല. ഭാവിയിൽ ഇതുപോലെ അവാമി ലീഗിനെയും ഭാവിയിൽ നയിക്കാൻ സാധ്യത ഷേഖ് ഹസീനയുടെ മകനായിരിക്കും. അപ്പോ BNPയുടെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എത്ര കാലത്തിനുള്ളിൽ അടുത്ത് അവാമി ലീഗ് അധികാരത്തിൽ എത്തുമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കുറെ എലമെന്റുകൾ ബംഗ്ലാദേശ് പൊളിറ്റിക്സിനകത്തുണ്ട്. അതിനെ തുടച്ചു മാറ്റാനായിരിക്കും ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തരീഖ് റഹ്മാന്റെ ഒരു വരവ് ഇന്ത്യക്ക് വന്ന ഉടനെ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. കാരണം തരീഖ് റഹ്മാൻ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. കാരണം മിലിറ്ററിയിലായിക്കോട്ടെ ഗവൺമെന്റ് തലത്തിലായിക്കോട്ടെ ഇന്ത്യ വിരുദ്ധത അവിടെ വളരെ പ്രകടമായിട്ടുണ്ട്. പോപ്പുലേഷൻ ബേസിൽ നോക്കിയാൽ അതൊരു ചെറിയ ശതമാനമേ ഉള്ളൂ. പക്ഷെ അവരാണ് നിറഞ്ഞു നിൽക്കുന്നത് അവിടെ. നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമിക്ക് ഇതാ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആകെ മൊത്തം കിട്ടിയത് 70 സീറ്റാണ്. അപ്പോൾ അവരുടെ ജനപിന്തുണ വളരെ കുറവാണ്. പക്ഷെ ഉള്ളവർ അക്രമാസക്തരായിട്ടുള്ള ആൾക്കാരാണ്. അവർ തെരുവിൽ ഇറങ്ങിയിട്ട് കലാപം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചവരാണ്. മനസമാധാനത്തോടെ ജീവിക്കുന്ന ഒരു വലിയ മെജോറിറ്റി അവിടെ ഉണ്ട്. അവരാണ് തരീഖ് റഹ്മാനെ തെരഞ്ഞെടുത്തത്.
തരീഖ് റഹ്മാൻ അധികാരത്തിലെത്തിയാൽ ആദ്യം ഇയാളെ നേരിടാൻ പോകുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളതാണ്. BNPക്ക് അനുകൂലമായ രീതിയിൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും സൈനിക മേഖലയെയും അതുപോലെ തന്നെ പോലീസ് നിയമ സംവിധാനങ്ങളെയും ഒക്കെ ഉടച്ചു വാർക്കുക എന്നത് തരീഖ് റഹ്മാന്റെ മുമ്പിലെ ആദ്യത്തെ വെല്ലുവിളിയാണ്. അതൊക്കെ ചെയ്തിട്ട് മാത്രമേ അദ്ദേഹത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ ഇന്ത്യയുമായിട്ട് തുടരാൻ കഴിയൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തെയും ഭരിക്കാൻ സമ്മതിക്കില്ല. ഇദ്ദേഹവും ഇന്ത്യയുടെ അടിമയാണ്, ഇന്ത്യയുടെ പക്ഷക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി വീണ്ടും തീവ്രവാദികളെ തെരുവിലിറക്കി ബംഗ്ലാദേശ് കത്തിക്കും. അപ്പൊ ആദ്യം തരീഖ് റഹ്മാൻ മിക്കവാറും ശ്രമിക്കാൻ പോകുന്നത് ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര സംഘടനകളുടെ എല്ലൂരുന്നതിന് വേണ്ടിയിട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് മനസമാധാനത്തോടെ അവിടെ ഭരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അവാമി ലീഗിനെ പോലെ അല്ല ജമാഅത്ത് ഇസ്ലാമി എന്നത് തരീഖ് റഹ്മാനും നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മിക്കവാറും ആദ്യം അദ്ദേഹത്തിന്റെ ശ്രമം എല്ലാ മേഖലയിലും ഭരണത്തിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതായിരിക്കും. ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇദ്ദേഹം അവിടെ അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് ഇന്ത്യയും ആഗ്രഹിച്ചിരുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.